ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ജാനുവരി 23. 4 വർഷം മുന്നേ ഈ ദിവസമായിരുന്നു എൻ്റെ ഏട്ടൻ്റെയും എൻഗേജ്മെൻറ്റ് ഡേ. അതായത് ഇന്ന് ഞങ്ങളുടെ 4th എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഇന്നിങ്ങനെ ഇരുന്ന ആൽബം ഒക്കെ മറിച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പം എന്ത് സ്പെഷ്യലായിട്ട് ചെയ്യാം, ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ എല്ലാ ബ്രൈഡ്സിനെ പോലെയും എൻ്റെ എൻഗേജ്മെൻ്റ് ആണെങ്കിലും വെഡ്ഡിങ് ആണെങ്കിലും ഏറ്റവും സൂപ്പർബായിരിക്കണം എന്ന് വിചാരിച്ച ഒരാളാണ്. പക്ഷെ നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഒരെണ്ണം കുളമാകുമല്ലോ. അതുപോലെ എൻ്റെ എൻഗേജ്മെൻറ്റ് ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു മേക്കപ്പായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ ഇതെല്ലാം ഉണ്ട്, അതായത് ഡ്രസ്സും ഓർണമെൻറ്റ്സും ഒക്കെ അന്ന് യൂസ് ചെയ്തതുണ്ട്. ആൽബം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് തന്നെ ആ ഒരു ലുക്ക് റീക്രിയേറ്റ് ചെയ്താലോ, അതിന് പറ്റിയ ഡേ ആണ്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് നേരെ റൂമിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ ചെന്ന് വാർഡ്രോബ് തുറന്ന് നമ്മുടെ ലെഹങ്ക കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ. ലെഹങ്ക എൻ്റെ റിസപ്ഷൻ്റെ ആണെങ്കിലും എൻഗേജ്മെൻറ്റിൻ്റെ ആണെങ്കിലും ഒക്കെ ഞാൻ ഇടയ്ക്ക് എടുത്ത് സൂക്ഷിച്ച് നോക്കിയൊക്കെ എടുത്ത് വെക്കുന്നതാണ്. അതുകൊണ്ട് അതിന് കാര്യമായ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല, അതുപോലെ തന്നെയുണ്ട്. പിന്നെ എൻഗേജ്മെൻറ്റിനിട്ട് അതേ ആക്സസറീസ് ഓർണമെൻറ്റ്സ് എല്ലാം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു. ഈ ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് വണ്ണം വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഡ്രസ്സ് എനിക്ക് കറക്റ്റ് ഫിറ്റായി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഈ എൻഗേജ്മെൻറ്റിന് റിസപ്ഷന് ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ്സൊക്കെ നമ്മൾ റെൻറ്റിൽ എടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. കാരണം ഇത്രയും ഹെവി ആയിട്ടുള്ള വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് യാതൊരു യൂസും ഇല്ല. ഇന്നിപ്പോൾ ഇത് ഇരുന്നത് കൊണ്ട് ഞാനിങ്ങനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ, അല്ലാതെ നമ്മളിത് പേഴ്സണലി ഒരു കാര്യത്തിനും യൂസ് ചെയ്യാറില്ലല്ലോ ഇത്രയും ഹെവി ആയിട്ടുള്ളത്. റെൻറ്റിൽ തന്നെയാണ് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇതേ ഓർണമെൻറ്റ്സ് എല്ലാം, ഇവൻ എൻ്റെ കയ്യിൽ റിങ് വരെ എനിക്ക് അത് തന്നെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് ഞാൻ റെഡി ആവുകയാണ്, നെറ്റിച്ചുട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അന്ന് എനിക്ക് മേക്കപ്പ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഒരു കുഴപ്പമായിട്ട് തോന്നിയത് എന്നേക്കാളും ഡിമ്മായിട്ടുള്ള ഫൗണ്ടേഷനായിരുന്നു. എൻ്റെ കറക്റ്റ് കളറായിരുന്നില്ല, എനിക്ക് ഉള്ള കളറിനേക്കാളും കുറവ് തോന്നിപ്പിക്കുന്ന ഡിമ്മായിട്ടുള്ള ഫൗണ്ടേഷനായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അന്ന് എനിക്ക് അത്യാവശ്യം നല്ല ഹെയർ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞപ്പോൾ ഹെയറിൻ്റെ തിക്നെസ്സൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അന്ന് അത്യാവശ്യം നല്ലപോലെ ഹെയർ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഹെയറൊക്കെ സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ടാണോ എന്താണോ ഭയങ്കര അങ്ങോട്ട് ഒതുങ്ങി പോയിട്ട് ഒട്ടും മുടി ഇല്ലാത്ത പോലെ ആയിരുന്നു. അപ്പം മുഖം ഒന്നും കൂടെ വലുതായിട്ടൊക്കെ ഫീൽ ചെയ്തു അന്ന്. പിന്നെ നമ്മൾ എൻ്റെ മുഖം കുറച്ച് വലുതാണ്, പക്ഷേ അപ്പം നമ്മൾ കുറച്ച് ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ ഫേസ് ചെറുതായിട്ട് തോന്നും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ എൻഗേജ്മെൻറ്റ് ലുക്കിലേക്ക് കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് എടുക്കാമായിരുന്നു എന്ന് തോന്നി. അപ്പോൾ ഇതാണ് ഫൈനലി ഞാൻ റെഡി ആയിട്ടുള്ള ലുക്ക്. ഇന്നിപ്പോൾ 4 വർഷം കഴിഞ്ഞു, അതിൻ്റേതായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും എനിക്ക് അന്ന് ഞാൻ റെഡി ആയതിനേക്കാളും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്വന്തമായിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് റെഡി ആയപ്പം അന്നും അമ്മ പറഞ്ഞതാണ്, മോളെ സ്വന്തമായിട്ട് ഒരുങ്ങിയാൽ മതി, പാർലറിലൊക്കെ പോയി റെഡി ആവേണ്ട കാര്യം ഉണ്ടായിരുന്നു. അന്നത് ചെയ്താൽ മതിയായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഓരോന്ന് ചെയ്ത് കൊളാവുമ്പോഴല്ലേ ഓരോ കാര്യങ്ങൾ മനസ്സിലാവുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ.